ഹലോ. അപ്പോൾ നമ്മുടെ സമയം എന്തിട്ട് പെട്ടെന്നാലേ പോകുന്നത്. സമയം എന്ന് പറഞ്ഞ സംഭവം പിടിച്ചാൽ കിട്ടാത്ത സംഭവമാണല്ലേ. അപ്പോൾ നമുക്കൊരു ഈവനിങ് റൂട്ടീൻ കണ്ടാലോ. കൊച്ചു സ്കൂളിൽ നിന്ന് വന്ന് അവളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫ്രഷായിട്ട് അപ്പം തന്നെ ചോദിച്ചാൽ അവളെല്ലാം പറയും. സ്കൂളിൽ എന്തുണ്ടായി, എന്താ പഠിപ്പിച്ചേ, കൂട്ടുകാരായിട്ട് കളിച്ചോ, തല്ല് പിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയൂ കേട്ടോ. അപ്പം തന്നെ ചോദിച്ചിട്ട് പറയേയില്ല. അങ്ങനെയാണ് നിങ്ങളുടെ പിള്ളേർ ഇങ്ങനെയാണോ? ചോദിക്കുമ്പോൾ പറയുമോ അതോ അത് വിട്ട് കളയോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ പതിവില്ല എങ്കിലും വല്ലപ്പോഴും ഒരു പാൽ ചായ കുടിക്കും കേട്ടോ. കട്ടനാണ് കൂടുതലും ഇഷ്ടം. എന്നാലും കട്ടനും വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് കൂടുതൽ ഞാൻ കട്ടൻ കുടിക്കാറ്. അപ്പോൾ ഒരു പാൽ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. തിളച്ച വെടി എടുത്ത് കുടിച്ചായിരുന്നു. അത്യാവശ്യം നാട്ടുപുള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്നാക്കായിട്ട് ഇതേ കണ്ടിച്ചേമ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും സ്പെഷ്യലി പറഞ്ഞു എന്നുള്ളൂ. വിശപ്പിനാവില്ല പിള്ളേർക്ക്, എന്നാലും ഒരു വല്ലപ്പോഴും ഒരു ഫ്രൈ ആയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സമയത്തിൻ്റെ കാര്യം. സമയം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മുടെ ലൈഫിൽ. നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ 2026 പഠിച്ചൊരു കാര്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റി വെച്ചില്ലെങ്കിൽ, ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നമ്മുടെ ലൈഫിൽ മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ലൈഫിൽ മാറ്റി വയ്ക്കാൻ നോക്കാം. നമ്മുടെ ഇഷ്ടത്തിന്. നമുക്ക് മറ്റുള്ളവരുടെ സാഹചര്യം കൂടി നോക്കണം, എന്നാലും കൂടുതലും നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം മാറ്റി വയ്ക്കണ്ടേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അങ്ങനെ 2026 എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പം എൻ്റെ ലൈഫിൽ ടൈം എങ്ങനെ പോകണമെന്ന് ഒരു പിടിയില്ല. കുട്ടികളുടെ പിന്നാലെ ക്ലാസ്സിൽ വിടുക, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ. വലിയ യൂട്യൂബർ അല്ല എന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈവനിങ് ഒട്ടുമിക്ക ഈവനിങ് റൂട്ടീൻസൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. വലിയ മാറ്റമില്ലേ. പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരാണെങ്കിലോ പുറത്തേക്ക് പോകുകയാണെങ്കിലോ നമ്മുടെ ഈവനിങ് ഇച്ചിരി മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ പൂന്തോട്ടം ഉണ്ട് കേട്ടോ. പൂവുകളിപ്പോൾ അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു ഫ്രണ്ട് ഏരിയയൊക്കെ. നമ്മളിനി മതിലൊക്കെ പെയിൻ്റ് അടിക്കണം, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോഴേ നമ്മൾ കുറച്ച് ചെടികൾ നനയ്ക്കാനുണ്ടായിരുന്നു. ഭയങ്കര ചൂടാണല്ലോ, ചെടികൾക്കൊക്കെ വെള്ളം നന്നായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ചെടിത്തോട്ടത്തിൻ്റെ ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ചെടിത്തോട്ടവും നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ചെടികളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചെടികളൊക്കെ ശരിക്കും നമുക്ക് രാവിലെ തന്നെ എണീറ്റ് ചെടികൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമാണല്ലേ. അടിപൊളിയാണ്. എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓവറായിട്ട് ചെടി എന്നല്ല, കുറേ എക്സ്പെൻസീവായിട്ട് നമ്മൾ പുറത്തുനിന്ന് ചെടി മേടിച്ച് വയ്ക്കുന്നതല്ല. ആരെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കിട്ടുന്നതും പിന്നെ നമുക്ക് പരിചയമുള്ളവർ തരുന്നതും അല്ലാണ്ട് കിട്ടുന്നതായുള്ള ചെടികളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടു വയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഈവനിങ് റൂട്ടീൻ കഴിഞ്ഞു. ഒട്ടുമിക്ക ഈവനിങ് റൂട്ടീൻ ഇങ്ങനെയായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഈവനിങ് റൂട്ടീൻ എങ്ങനെയാണ്?